കലാഭവൻ നവാസിൻ്റെ മൃതദേഹം ഉടൻ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റും. നാളെ ആയിരിക്കും ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള തുടർ നടപടികൾ നടക്കുക. കാരണം ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ മരണം സംഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിരവധി കലാകാരന്മാർ, മുമ്പ് നമ്മൾ കണ്ടതാണ് ചോറ്റാനിക്കരയിലെ ആശുപത്രിയിലേക്കും ഇപ്പോൾ നടൻ ദിലീപ് ഉൾപ്പെടെ കലാഭവനിൽ ഒരു കാലത്ത് ഇവർക്കൊപ്പം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കലാകാരന്മാർക്കൊക്കെ ഒപ്പം മിമിക്രിയിൽ സ്റ്റേജിലൊക്കെ സജീവമായിരുന്ന നവാസാണ്. 1995 ചൈതന്യം എന്ന സിനിമയിലൂടെ ആദ്യം വെള്ളിത്തിരയിലേക്ക് എത്തുമ്പോൾ അതിനു മുമ്പ് തന്നെ സ്റ്റേജ് ഷോകളിൽ കലാഭവൻ്റെ പേരിൽ നവാസ് പ്രശസ്തനായി കഴിഞ്ഞിരുന്നു, ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം സിനിമയിൽ വർഷങ്ങളോളം സജീവമായി, 2 പതിറ്റാണ്ടിലധികം നീണ്ട സജീവ സിനിമ ജീവിതം. പിന്നീട് ഒരു ചെറിയ ബ്രേക്ക് വരുന്നു. അപ്പോഴും സ്റ്റേജുകളിൽ ഒപ്പം സിനിമ ഇല്ലെങ്കിൽ പോലും സീരിയൽ, ടെലിവിഷൻ ഷോകളിൽ ഒക്കെ സജീവമായിരുന്നു, സ്റ്റേജ് ഷോകളിലും സജീവമായിരുന്നു. ഇപ്പോൾ വീണ്ടും സിനിമകളിൽ സജീവമായി നിൽക്കുമ്പോൾ ഈ മരണം സംഭവിക്കുന്നതും ഒരു സിനിമാ സെറ്റിൽ നിന്ന് അടുത്ത 2 ദിവസം ഷൂട്ടിംഗ് ഇല്ലാത്തതുകൾ ഒരു ബ്രേക്ക് ലഭിക്കുന്നു. ആ സമയം വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഹോട്ടൽ മുറിയിൽ എത്തിയതാണ്. അവിടെ ഫ്രഷായി ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങും എന്ന് പറഞ്ഞിരുന്നതുമാണ്. പക്ഷേ പുറത്തേക്ക് വരാതിരുന്നതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇങ്ങനെ നവാസ് തറയിൽ വീണ് കിടക്കുന്നത് കണ്ടത്. ഹൃദയാഘാതമാണ് എന്ന പ്രാഥമികമായ നിഗമനമാണ്. കുഴഞ്ഞു വീണു എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. പക്ഷേ വിശദമായ പരിശോധന, അന്വേഷണം ഇക്കാര്യത്തിലുണ്ടാവും. കാരണം ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് തന്നെ അദ്ദേഹത്തിന് മരണം സംഭവിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഒരുപിടി നല്ല ചിത്രങ്ങൾ ആ സിനിമകളിലൊക്കെയും ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ഓർത്തു വെക്കുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച, അല്ലെങ്കിൽ അത്തരത്തിൽ കഴിവ് തെളിയിച്ച പ്രതിഭയാണ് കടന്നു പോകുന്നത്. നായകനൊപ്പം കൂട്ടുകാരനായൊക്കെ പല സിനിമകളിലും നമ്മൾ കണ്ടതാണ്. ഹാസ്യ രംഗങ്ങളിൽ എല്ലാ സിനിമകളിലും അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെല്ലാം അത് സ്ക്രീൻ ടൈമിൻ്റെ ദൈർഘ്യം കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ചെറിയൊരു സാന്നിധ്യം പോലും അത് പ്രേക്ഷകരുടെ മനസ്സിൽ, ഓർമ്മയിൽ അടയാളപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രകടനങ്ങളാണ് നവാസ് നടത്തിയത്. അച്ഛൻ അബൂബക്കർ നാടക സിനിമ നടനായിരുന്നു. വടക്കാഞ്ചേരിയിലാണ് ജനിച്ചെങ്കിലും വർഷങ്ങളായി എറണാകുളത്ത് ആലുവയിലായിരുന്നു നവാസിൻ്റെ താമസം. സിനിമ, കലാഭവനിലുള്ള മിമിക്രി, ഇതുമായി ഒക്കെ ബന്ധപ്പെട്ട് കുറേ വർഷങ്ങളായി തന്നെ എറണാകുളത്താണ് താമസം. ഭാര്യ രഹനയും നടിയാണ്. ഇവരൊരുമിച്ച് ഈ അടുത്താണ് ഈഴ എന്ന സിനിമയിൽ അഭിനയിച്ചത്. അങ്ങനെ ഇപ്പോൾ പ്രകമ്പനം എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിലായിരുന്നു നവാസ്. ആ ചിത്രം പൂർത്തിയാക്കിയിട്ടില്ല. ആ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ ഒരു ബ്രേക്ക് ലഭിച്ച, 2 ദിവസത്തെ ബ്രേക്ക് ലഭിച്ചപ്പോൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഷൂട്ടിംഗ് സെറ്റിൽ നിന്ന് താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് എത്തിയത്. കഴിഞ്ഞ ജൂൺ മാസം അവസാനത്തോടു കൂടിയാണ് ഈ ഷൂട്ടിൻ്റെ ഭാഗമായി ഈ സിനിമയുടെ ക്രൂവിനൊപ്പം നവാസ് ചേർന്നത്. ആ സിനിമയുടെ ഭാഗമായ, അല്ലെങ്കിൽ സിനിമയിലൊപ്പം അഭിനയിച്ചിരുന്ന സഹനടന്മാരും നടിമാരും ഒക്കെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും ചിന്തിക്കാൻ പോലും ആകാത്തൊരു വിയോഗമാണ്. കാരണം വൈകുന്നേരം 5 മണി വരെ സെറ്റിലുണ്ടായിരുന്നു. യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഒരു അസ്വസ്ഥതയോ പ്രകടിപ്പിച്ച ഒരു വ്യക്തിയല്ല. എല്ലാ കാര്യത്തിലും ഓക്കെ ആയിരുന്നു. അവിടെ നിന്ന് 2 ദിവസം കഴിഞ്ഞ് മടങ്ങിയെത്താമെന്ന് പറഞ്ഞു പോയ വ്യക്തിയാണ്, നടനാണ് വിടവാങ്ങിയിരിക്കുന്നത്. മലയാള സിനിമയ്ക്ക് തീരെ നഷ്ടം. ഒപ്പം പ്രേക്ഷകർക്ക് ഓർമ്മിക്കുന്ന, അല്ലെങ്കിൽ എക്കാലവും ഓർത്തു വെക്കപ്പെടുന്ന ഒരുപാട് ചിരി നിമിഷങ്ങൾ സമ്മാനിച്ച നടനെയാണ് നഷ്ടമായിരിക്കുന്നത് കലാഭവൻ നവാസ് വിടവാങ്ങുമ്പോൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.